ഹലോ. ഇന്ന് എറണാകുളം വരെ വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞതാ ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ സ്വന്തം ഗോകുലം പാർക്ക്. നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം അല്ലേ? കൊള്ളാം, ഏതോ കൊട്ടാരത്തിൽ കയറിയ പോലെ ഉണ്ട്. ദേ, ആ ഇരിക്കുന്ന കക്ഷിയാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഒരു ഫേമസ് മ്യൂസിഷ്യനാണ് കേട്ടോ, വിവേക്. മ്യൂസിക് കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു. ഇവൻ്റെ പരിപാടി കാണാനാണ് ഇവിടെ വന്നതെങ്കിലും പിടിച്ചതിലും വലുത് അളയിലെന്ന് പറഞ്ഞ പോലെ ഗംഭീര പരിപാടികളായിരുന്നു അകത്ത് നമ്മളെ കാത്ത് ഇരുന്നിരുന്നത്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ദേ, അത് കണ്ടോ? പുള്ളി അറിയില്ലേ, മെൻ്റലിസം ഒക്കെ ചെയ്യുന്ന നിപിൻ ചേട്ടൻ. പിന്നെ ഉണ്ട് കുറച്ചധികം പുലികൾ. മണപ്പുറം ഫിനാൻസിൻ്റെ ചെയർമാൻ പി നന്ദകുമാർ സാർ, ഇസഫ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഹരി വെല്ലൂര്, 8 എ ഐ CEO കേശവ് മിശ്ര, ഗ്ലോബൽ ഡെലിവറി സർവീസിലെ അസോസിയേറ്റ് ഡയറക്ടർ ബോബി തോമസ് വർഗീസ്, പെൻഡാഡ് സെക്യൂരിറ്റീസിലെ CEO നിഖിൽ KG എന്നിങ്ങനെ കേരളത്തിനകത്തും പുറത്തുമുള്ള സാമ്പത്തിക വിദഗ്ധരും ബിസിനസ്സുകാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സംവാദവേദി. വർമ്മ ആൻഡ് വർമ്മയിലെ സീനിയർ പാർട്ട്ണറായ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വിവേക് കൃഷ്ണ ഗോവിന്ദ് ആയിരുന്നു മോഡറേറ്റർ. അപ്പോൾ ആലോചിക്കണം പരിപാടിയുടെ റേഞ്ച്. ശരിക്കും ഞെട്ടിയത് ഈ പരിപാടിയുടെ കോർഡിനേറ്ററെ കണ്ടപ്പോഴാണ്. ദേ, ആ കക്ഷിയെ കണ്ടോ? എവിടെയൊക്കെയോ കണ്ടൊരു പരിചയം തോന്നില്ലേ? ഫിലിം ഡയറക്ടറും പെഗാസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചെയർമാനും യുണീക്ക് ടൈംസ് മാഗസിൻ്റെ എഡിറ്ററും ഒക്കെയായ അജിത് രവിചേട്ടൻ. പുള്ളി അങ്ങനെ എപ്പോഴും മീഡിയ അറ്റൻഷനിൽ വരുന്ന ഒരാളല്ല. പക്ഷേ ഇതുപോലെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരുപാട് ആക്ടിവിറ്റീസ് പുള്ളി ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ബിസിനസ് എക്സലൻസിനുള്ള അവാർഡ് ജോൺ ആലുക്ക ചേട്ടന് ലഭിക്കുകയുണ്ടായി. പേര് കേട്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായില്ലേ? ആളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഹൈ പ്രൊഫൈലാണെങ്കിലും ഇവരൊക്കെ വളരെ സിമ്പിളായ മനുഷ്യരാണ് കേട്ടോ. എന്തായാലും നല്ലൊരു ചർച്ച കൂടാൻ പറ്റി. സാമ്പത്തിക രംഗത്തുള്ള ഡിജിറ്റലൈസേഷൻ്റെയും പ്രത്യേകിച്ച് AI-യുടെയൊക്കെ കടന്നുവരവിനെ പറ്റിയുള്ള ചർച്ച സത്യം പറഞ്ഞാൽ അർത്ഥവത്തായിരുന്നു. ഇനി നമുക്ക് യഥാർത്ഥ പൂരത്തിലേക്ക് കടക്കണം. ലോകത്തിൻ്റെ പല കോണിൽ നിന്നുള്ള മോഡൽസും കലാകാരന്മാരും ഒക്കെ വെയിറ്റിംഗ് ആണ് നടക്കാൻ പോകുന്ന മിസ് ഏഷ്യ ഫാഷൻ മാമാങ്കത്തിനായി. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ടാറ്റാ.